ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ നിന്നും നഷ്ടമായ കിഴങ്ങുവർഗ്ഗങ്ങളുടെയും ഭക്ഷ്യവിഭവങ്ങളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് മറയൂർ ചന്ദന ഡിവിഷനിൽ നറുന്നൂറ് എന്ന പദ്ധതിക്ക് തുടക്കമായി. വിവിധ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച കിഴങ്ങുകളുടെ നടീലുത്സവം ഇതോടൊപ്പം നടന്നു. മറയൂർ ചന്ദന ഡിവിഷനിലെ വനാശ്രിത സമൂഹത്തിന്റെ സമഗ്രമായ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി ലക്ഷ്യമിട്ട് 2014 ആരംഭിച്ച ചില്ല എന്ന ആദിവാസി കാർഷിക വിപണിയുടെ പിന്നാലെ നറുന്നൂറ് എന്ന പദ്ധതി കൂടി വനംവകുപ്പ് ആവിഷ്കരിച്ചു. ഒരു കാലത്ത് ആദിവാസി സമൂഹത്തിന്റെയും സാധാരണക്കാരുടെയും പ്രധാന ഭക്ഷ്യവിഭവങ്ങളായിരുന്ന കാച്ചിൽ, ചേമ്പ്, ചേന, നൂറാൻ കിഴങ്ങ് പോലെയുള്ള കാർഷിക ഭക്ഷ്യവിഭവങ്ങളുടെ വൈവിധ്യതയും വന്യ വിഭവങ്ങളും ഇന്ന് നമുക്കേറെക്കുറെ നഷ്ടപ്പെട്ട നിലയിലാണ്. അതിനു പരിഹാരമായി ആദിവാസി സമൂഹത്തിന്റെ ആരോഗ്യകരമായ ഭക്ഷ്യവിഭവങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നറുന്നൂറ് എന്ന പേരിൽ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ജൈവ വൈവിധ്യ കലവറയൊരുക്കി അവയുടെ സംരക്ഷണവും പരിപാലനവും വിപണനവുമാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി പല കിഴങ്ങ് വർഗ്ഗങ്ങളും നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളുടെ തിരിച്ചുവരവാണ് നറുന്നൂറ് എന്ന പദ്ധതിയിലൂടെ വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. വനത്തിനുള്ളിൽ തന്നെയുള്ള ആദിവാസി കുടികളിൽ നമുക്ക് ലഭ്യമാകാവുന്ന നാട്ടിൻപുറങ്ങളിലെ കാച്ചിൽ പോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും വനത്തിനുള്ളിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും നട്ടുപിടിപ്പിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് അത് പരമാവധി മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നറുന്നൂറ് എന്ന പദ്ധതിയിൽ ലക്ഷ്യമിടുന്നത്. നറുന്നൂറിന്റെ ഭാഗമായി 40ഓളം ഇനം കാച്ചിലുകൾ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ച് മറയൂരിലെ ആദിവാസി സമൂഹം നട്ട് പരിപാലിക്കുകയാണ്. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് നറുന്നൂറ് പദ്ധതിയുടെ ഭാഗമായ ഉയിർ എന്ന പേരിലുള്ള കിഴങ്ങുകളുടെ നടീൽ ഉത്സവത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരായ ജസ്റ്റിൻ മോഹൻ, അരുൺ RS എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നടീൽ ഉത്സവം നടന്നത്. ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ സുരക്ഷ, അതിനൊപ്പം സാമ്പത്തിക സുരക്ഷ എന്നീ ലക്ഷ്യത്തോടെ പങ്കാളിത്ത വനപരിപാലന പ്രവർത്തനങ്ങൾ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ പദ്ധതി വഴി പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.